ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭാരതീയ സ്വതന്ത്ര സേനാനികളെ കുറിച്ചിട്ടാണ്. फर्स्ट वन महात्मा गांधी. राष्ट्रपिता महात्मा गांधी का पूरा नाम മോഹൻദാസ് കരംചന്ദ് ഗാന്ധി था. രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഉन्हें प्यार से ബാപ്പു പുകരാത്ത ഹെ. നമ്മൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാപ്പു എന്നാണ് വിളിക്കുന്നത്. ഇൻകാ ജൻ 2 अक्टूबर 1816 को 1869 को गुजरात के पोरबंदर में हुआ. അദ്ദേഹത്തിന്റെ ജന്മം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ ഗുജറാത്ത് കെ പോർബന്ദർ മേ ഹുവ. ഗുജറാത്തിലെ പോർബന്ദറിലാണ്. जवाहरलाल नेहरू. पंडित जवाहरलाल नेहरू भारत के प्रथम प्रधानमंत्री थे. इनका जन्म 14 नवंबर 1818 में उत्तर प्रदेश का इलाहाबाद शहर में हुआ था. पंडित जवाहरलाल नेहरू ഭാരതിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ജന്മം 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ ഇലാഹാബാദ് പട്ടണത്തിലാണ്. उन्हें बच्चों से बहुत प्यार था, इसलिए उनके जन्म दिवस के दिन को भारत में बाल दिवस के रूप में मनाया जाता था. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മുടെ ഭാരതത്തിൽ കുട്ടികളുടെ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ നേതാജി സുഭാഷ് ചന്ദ്ര. नेताजी सुभाष चंद्र का जन्म 23 जनवरी 1897 में कटक उड़ीसा में हुआ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം 1897 ജനുവരി 23 ഒഡീസിലെ കട്ടക് എന്ന സ്ഥലത്താണ്. സുഭാഷ് ചന്ദ്രബോസ് ഏക സച്ചേ സേനാനി था. സുഭാഷ് ചന്ദ്രബോസ് ഒരു സത്യസന്ധനായ സേനാനിയാണ്. ഭാരത് കെ സ്വതന്ത്രത ആന്തോളൻ മേ ഉൻകാ വിശേഷ യോഗ്ദാൻ രഹ. ഭാരതത്തിന്റെ സ്വതന്ത്രതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട്. उन्होंने देशों के स्वतंत्र करने के लिए आजाद हिंदी फौज का गठन किया. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഉन्होंने ഇന്ത്യൻ നാഷണൽ ആർമി കാ നേതൃത്വം കിയ. ഇന്ത്യൻ നാഷണൽ ആർമിയെ നയിച്ചത്, അതിന്റെ ലീഡർ ആയതായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. नेक्स्ट वन सरदार भगत सिंह. भारत के स्वतंत्रता आंदोलन में सरदार भगत सिंह का नाम प्रमुखता से लिए जाता है. वह भारत के एक प्रमुख स्वातंत्र्य सेनानी था. ഭാരതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സേനാനിയാണ് സർദാർ ഭഗത് സിംഗ്. डॉक्टर बी आर अम्बेडकर. डॉक्टर बी आर अम्बेडकर एक प्रसिद्ध भारतीय विदेवता थे. उन्होंने अपना सारा जीवन भारतीय समाज में व्यापित जाति व्यवस्था के विरुद्ध संघर्ष में बिता दिया. डॉक्टर अम्बेडकर ने भारत के संविधान के निर्माण में महत्वपूर्ण योगदान दिया है. उन्हें भारतीय संविधान का जान के भी माना जाता है. वे स्वतंत्र भारत का प्रधान कानून मंत्री बने.